നമസ്കാരം. കോട്ടുപള്ളി ശ്രീനാരായണ ക്ഷേത്രത്തിലെ മണ്ഡപ നിർമ്മാണത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിന് വിജയിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രധാന അതിഥിയാണ് നിർത്തിയത്. ആരാണെന്ന് അറിയണ്ടേ? ബീന ആന്റണി. കോട്ടുപള്ളി ശ്രീനാരായണ ക്ഷേത്രത്തിലെ മണ്ഡപ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമ്മാന കൂപ്പൺ നറുക്കെടുക്കുന്നതിനായി പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി ബീന ആന്റണി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഓണത്തിന്റെ തിരക്കിലും ഈ ഒരു ചടങ്ങ് പങ്കെടുക്കാനെത്തിയ ബീന ആന്റണി ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട്. തിരുവോണ നാളിന്റെ തിരക്കായിട്ട് പോലും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ മനസ്സ് കാണിച്ചതിന് വളരെ വളരെ നന്ദി അറിയിക്കുന്നു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് CC ക്യാമറ നിരീക്ഷണത്തിലാണ്. ആന്റണി ഭദ്രദീപത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അപ്പുറത്തെ കൂടി കേട്ടോ. സമ്മാന കൂപ്പൺ നറുക്കെടുക്കുന്നതിന് മുന്നായി ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഈ ശ്രീനാരായണ ക്ഷേത്ര ഭാരവാഹികൾക്കും പിന്നെ ഈ കോട്ടുപള്ളിയിലെ ഈ നിൽക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് നമ്മുടെ ഓണത്തിന്റെ തൊട്ട് തലേ ദിവസം, ഇന്ന് ഓണപ്പാച്ചിലാണ്, മുത്താടപ്പാച്ചിലൊക്കെ തുടങ്ങി എല്ലാവരുടെയും സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. അതിലേറെ സന്തോഷം ഒരു കാര്യത്തിലാണ് നമ്മൾ ഇന്ന് എല്ലാവരോടും ഒത്തുകൂടിയിരിക്കുന്നത്. ഞാനിപ്പോൾ എന്നും ഇതിലേ പോകുന്ന, കാരണം എൻ്റെ ഹസ്ബൻഡ് വീട് പറവൂരാണ്. അപ്പോൾ എന്നും പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഞാനിങ്ങനെ തൊഴുതിട്ട് പോകുന്ന വഴിയാണ്. ക്ഷേത്രമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കിങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടുത്തെ ദേവസ്വം സെക്രട്ടറിയായ ശ്രീകുമാർ ജെയിൻ, നമ്മുടെ നന്ദുവിന്, എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഞങ്ങൾ തീർച്ചയായിട്ടും ഓണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഏത് കല്യാണത്തിന് ശേഷം ഏത് വർഷവും ഞങ്ങൾ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ഓണത്തിൻ്റെ അന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം
ഊണ് കഴിക്കാൻ ഞങ്ങൾ അവിടെ ഉണ്ടാവും. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഓണത്തിന്റെ തലേദിവസമല്ലേ ഇവിടെ ഉണ്ടാവും, വരാം. സത്യം പറഞ്ഞ എല്ലാവരും ഉണ്ട് വീട്ടില്. നാത്തൂനൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. എങ്കിലും എന്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കാര്യമല്ലേ നന്ദു പറഞ്ഞപ്പോ സന്തോഷത്തോടെ ഞാൻ ഓടി വന്നു. ഇത് ഇത്രയും വലിയ നല്ലൊരു എന്താ പറയാ ഒരു വലിയൊരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മണ്ഡപ നിർമ്മാണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പണിന്റെ എന്താണ് അനൗൺസ്മെന്റ് ആണെന്ന്. അതിലേക്കാണ് എന്നെ ക്ഷണിച്ചത്. എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് ശ്രീമാർ ഭായ്, നന്ദു, എല്ലാവരുടെ നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനെ ഒരു നല്ല ദിവസം, സത്യം പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടം നമ്മുടെ നാട് നടന്നു അഭിമുഖീകരിക്കുന്ന വലിയ ടെൻഷൻസിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാം, നമ്മുടെ വയനാട്ടിലേക്ക് വലിയ ദുരന്തം ഒക്കെ നമ്മളെ മനസ്സുകൊണ്ട് എല്ലാവരെയും കുറെ നാൾ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. എങ്കിലും ഇത് എന്താണെങ്കിലും നമ്മൾ കടന്നു പോകും. എല്ലാത്തിനെയും കടന്നു പോയിട്ട് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ എന്റെ വീട്ടില് എന്റെ അപ്പച്ചൻ മരിച്ചു, എന്റെ അമ്മ മരിച്ചു. ഞാനന്ന് വിചാരിച്ചു എന്റെ ജീവിതം കഴിഞ്ഞു. എന്റെ സിസ്റ്ററുടെ മോൻ 22 വയസ്സുള്ള എന്റെ മകൻ മരിച്ചു. ഞാൻ അന്ന് വിചാരിച്ചു എനിക്കിനി ജീവിക്കാൻ പറ്റില്ല, എനിക്ക് എന്റെ മോനില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് ഞാനും എന്റെ ചേച്ചിയൊക്കെ വിചാരിച്ചു. പക്ഷെ ആ ദിവസവും കടന്നുപോയി. കാരണം എല്ലാം കാലം അങ്ങനെയാണ്. എല്ലാം നമ്മളെ മറക്കാനും നമ്മളെ ജീവിക്കാനും നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ നാളെ ഒരു നല്ല ശുഭപ്രതീക്ഷയോടെ നാളെ ഒരു നല്ല കാലം നമുക്ക് മുന്നിലുണ്ട് എന്നുള്ള വലിയ സന്തോഷത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ ഈ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകള്, വീടുകളിൽ എന്തുമാത്രം ജോലികളും പ്രശ്നങ്ങളും ടെൻഷൻസും ഭർത്താവിന്റെയും മക്കളുടെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി വല്ലാത്ത ഒരു ഇതിലാ കൂടിയാണ് സ്ത്രീകളുടെ ജീവിതം കടന്നു പോകുന്നത്. പക്ഷെ എങ്കിലും നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും കൂടുമ്പോൾ ഓണമാണ്, ഇന്ന് എല്ലാവരും കൂടെ കൂടുന്നു, സന്തോഷം. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു നല്ല ദിവസത്തിലാണ് നമുക്ക് ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഇവിടെ ഈ ഇതിന് സമ്മാന കൂപ്പണിൽ പ്രൈസ് വിൻ ചെയ്യുന്നവർക്ക് ഞാൻ ഇപ്പോഴേ എന്തായാലും എന്റെ ആശംസ നേരുകയാണ്. ഏറ്റവും ഭാഗ്യമുള്ള ആ ആളുകളൊക്കെ വന്ന് ഈ സമ്മാനം ഏറ്റുവാങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല, ഏറ്റവും സന്തോഷത്തിന്റെ, ഏറ്റവും ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ ഒരു നല്ല ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഹാപ്പി ഓണം ടു ഓൾ. എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ, നന്മകൾ ഉണ്ടാവട്ടെ. താങ്ക് യു. പിന്നെ ഈശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ആ ഓണം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു ഓൾ. നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. ഇവിടെ 5 ഓണത്തിലായി ടോക്കണുകൾ 1 മുതൽ 0 വരെയുള്ള ടോക്കണുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്ന് അത് പരിശോധിക്കാവുന്നതാണ്. അതായത് 1-ന് മാത്രമേ 1 ഉണ്ടാവുള്ളൂ. കാരണം അതിന് നമുക്ക് 10,000 വരുന്ന ടിക്കറ്റുകളാണ് പോയിരിക്കുന്നത്. രണ്ടാമത്തേതില് അതായത് 11,000 മുതൽ 17,000. അപ്പോ ആദ്യത്തേല് 1, രണ്ടാമത്തേല് 7, ബാക്കിയുള്ള 3 കുടങ്ങളില് 0 മുതൽ 9 വരെ ആയിരിക്കും. നടക്കെടുക്കുന്നത് CC ക്യാമറ നിരീക്ഷണത്തിലാണ്. 7 വരെ ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാട്ടോ, എന്നിട്ട് പോയത് കൂപ്പൺ നറുക്കെടുപ്പ് CC ക്യാമറ നിരീക്ഷണത്തിലാണ്. 1 മുതൽ 5 വരെയുള്ള ഗുണങ്ങളിലാണ്. ആദ്യത്തേതിൽ 1, രണ്ടാമത്തേതിൽ 0 മുതൽ 7 വരെ, മൂന്നാമത്തേതിൽ 0 മുതൽ 9 വരെ, നാലാമത്തേതിൽ 0 മുതൽ 9 വരെ, അഞ്ചാമത്തേതിൽ 0 മുതൽ 9 വരെ. ആദ്യമായി നറുക്കെടുക്കുന്നത് 7ാം സമ്മാനമായ മൊബൈൽ ഫോണാണ്. 1, 4, 9, 7, 6, 7, 5. ഓക്കെ അല്ലല്ലോ. ഇനി ആരെങ്കിലും പരിശോധിക്കാനായി വരുന്നുണ്ടെങ്കിൽ വരിക. അടുത്തത് 8. 3ാം സമ്മാനമായ 2 ഗ്രാം സ്വർണ്ണ നാണയം. 7
സമ്മാനമായി ലഭിക്കുന്ന നമ്പർ 8, അടുത്ത നമ്പർ 7. നാല് 4 8 7 4. 6 1 16 4 7 8. 1 6 4 7 8. മൂന്നാം സമ്മാനമായ 2 ഗ്രാം സ്വർണ്ണ നാണയം ലഭിക്കുന്ന നമ്പർ 1 6 4 7 8. അടുത്ത രണ്ടാം സമ്മാനമാണ്. രണ്ടാം സമ്മാനമായ ഡിയോ സ്കൂട്ടർ. അടുത്ത സമ്മാനം നറുക്കെടുക്കുന്നതാണ്. അടുത്ത രണ്ടാം സമ്മാനം ഡിയോ സ്കൂട്ടറാണ്. ഭാഗ്യവാന്മാരും ഒന്നും വന്നിട്ടില്ല. 1. ശ്രദ്ധിക്കുക, രണ്ടാം സമ്മാനമായ ഡിയോ സ്കൂട്ടർ ലഭിക്കുന്ന അവസാന നമ്പർ 1. 2. 4. 5. 1. 1 5 4 2 1. ശ്രദ്ധിക്കുക, 1 5 4 2 1 ആണ് രണ്ടാം സമ്മാനമായ ഡിയോ സ്കൂട്ടർ ലഭിക്കുന്ന നമ്പർ. ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരിക. ഒന്നാം സമ്മാനമായ റോയൽ എൻഫീൽഡ് ഉടനെ തന്നെ നറുക്കെടുക്കുന്നതാണ്. അവസാന നമ്പർ മുതലാണ് നറുക്കെടുക്കുന്നത്. നറുക്കെടുപ്പ് ആരംഭിക്കാം. നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. ഏഴാം സമ്മാനമായ മൊബൈൽ ഫോണാണ് ആദ്യം നറുക്കെടുക്കുന്നത്. ഇതിന്റെ അവസാന അക്ക നമ്പറാണ് ആദ്യം എടുക്കുന്നത്. ശ്രദ്ധിക്കുക, നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. കൂപ്പൺ നറുക്കെടുപ്പിന്റെ ഉദാഹരണമായി 15429 ആണ് നമ്പറെങ്കിൽ 9 ആണ് ആദ്യം എടുക്കുന്നത്. അതായത് അവസാന അക്കമാണ് ആദ്യം എടുക്കുന്നത്. 3. ഏഴാം സമ്മാനമായ മൊബൈൽ ഫോണിന്റെ നമ്പറിന്റെ അവസാന അക്കം 3. അടുത്തത് അടുത്തത് 3 തന്നെയാണ്. അടുത്തത് 2. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തത് 2. അടുത്ത നമ്പർ സ്വാഭാവികമായി 1 തന്നെയാണ്. 1. അപ്പോ ടിക്കറ്റിന്റെ നമ്പർ 1 2 2 3 3. Yes. 12233. ഏഴാം സമ്മാനമായ മൊബൈൽ ഫോൺ 12233.
അടുത്തതായി 6ാം സമ്മാനമായ LED TV ആണ്. അടുത്ത നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കുക, അടുത്ത നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. 6ാം സമ്മാനമായ LED TV. എടുത്ത ടോക്കണുകൾ കുടത്തിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. രണ്ട്. ശ്രദ്ധിക്കുക, 6ാം സമ്മാനമായ LED TVയുടെ നമ്പർ, അവസാന നമ്പർ 2. അടുത്തത് 2 തന്നെ. അടുത്തത് 5. അടുത്തത് 1. ലാസ്റ്റ് അറിയാം 1. അപ്പൊ നമ്പർ വരുന്നത് 1 1 5 2 2. 6ാം സമ്മാനമായ LED TVയുടെ നമ്പർ 1 1 5 1 1 1 1 5 2 2. 11,522. അടുത്ത സമ്മാനമായ വാഷിംഗ് മെഷീൻ നറുക്കെടുക്കുകയാണ്. ക്ഷേത്രം മേൽശാന്തി 8. 8. അടുത്തത് 7. 5ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ നറുക്കെടുക്കുകയാണ്. 9. സോറി, അടുത്തത് 6 ആണ്. 8 7 6. 5. അടുത്തത് സ്വാഭാവികമായും 1 തന്നെയാണ്. 15,678. 15,678 ആണ് 5ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ നമ്പർ. നറുക്കെടുപ്പ് ലഭിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അടുത്ത നറുക്കെടുപ്പ് അടുത്തത് 4ാം സമ്മാനമായ BPL ഫ്രിഡ്ജ് ആണ്. നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. എനിക്ക് 3. ശ്രദ്ധിക്കുക, 3. 4. 4ാം സമ്മാനമായ BPL ഫ്രിഡ്ജ് ലഭിക്കുന്ന നമ്പർ 0. 0 3 4 0. 5. അടുത്ത നമ്പർ സ്വാഭാവികമായി 1 തന്നെയാണ്. 15,043. 4ാം സമ്മാനമായ BPL ഫ്രിഡ്ജിന്റെ നമ്പറാണ് 15,043. അടുത്ത സമ്മാനം 3ാം സമ്മാനമായ 2 ഗ്രാം സ്വർണ്ണ നാണയമാണ്. 2 ഗ്രാം സ്വർണ്ണ നാണയം നറുക്കെടുക്കുന്ന
നറുക്കെടുക്കുന്നതാണ് അടുത്തതായി. ആ ഫസ്റ്റ് പ്രൈസ് അടിക്കണേന്ന് വേറെ ആർക്കെങ്കിലും എടുക്കണമെന്ന് താല്പര്യമുണ്ടോ? ആർക്കെങ്കിലും പബ്ലിക്കിൽ നിന്ന് വന്നത് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് വരുമോ? അതാണ് പുറത്തുനിന്ന് ആർക്കെങ്കിലും വന്ന് എടുക്കണമെങ്കിൽ ഒന്ന് വരുമോ? ഫസ്റ്റ് പ്രൈസ് ആണ്. വേണേ ഓരോ നമ്പർ വേണമെങ്കിൽ ഓരോരുത്തർക്ക് എടുക്കാം. വരൂ വരൂ. 5 പേർക്ക് അല്ല 4 പേർക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. ഇതൊരു ഫസ്റ്റ് പ്രൈസ് അല്ലേ. ആരെങ്കിലും വരുന്നെങ്കിൽ വരുന്നോളൂ. വന്നോളൂ. വാ ഒരായിട്ട് വാ. ചേട്ടാ പേര് ചേട്ടാ ചേട്ടാ പേര് ബാലന. 8 നമ്പർ എടുക്കാൻ പോവുകയാണ് കേട്ടോ. ചേട്ടാ ഫസ്റ്റ് കൊടുത്തു. ഈശ്വര ചേട്ടനെ ബാലചേട്ടനിൽ മക്കൾ വന്നിട്ടുണ്ട്. മോനെ പേരെന്താ? ഋതുവേദ് അല്ലേ? ഒരു ഹാപ്പി വേണം പറഞ്ഞിട്ടില്ല. ഹാപ്പി വേണം. ഋതുവേദിന് ഹാപ്പി വേണം. മോനെ എടുത്തോ ഒരെണ്ണം കേട്ടോ. അല്ലോണ്ട് കുരുക്കിട്ട് എടുത്തോ. നോക്കണ്ട ഒരെണ്ണം എടുത്തോ. എത്രയാന്ന് വായിക്കും? 0 0 അപ്പം പൊക്കോളൂ കേട്ടോ. 0 വാങ്ങുമ്പോ മോന്റെ പേരെന്താ? നവീൻ അല്ലേ? ഹാപ്പി വേണം പറയല്ലേ? ഹാപ്പിയാണ്. എടുത്തോ. ഹാപ്പി ആയിട്ട് ഒരെണ്ണം എടുത്തോ. സീറോ അല്ലേ അടിച്ചു? 0 0 ഓക്കെ. മോമ്പ ഇതാരാണെന്ന് വരുന്നത്? അഭിനവ്. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അല്ലേ? 1 ഈശ്വര. പിന്നെ ഒരു ഒന്നല്ലേ? അപ്പൊ 1 002. ഈശ്വര അറിയുന്നുണ്ടോ? എൻഫീൽഡ്. കൈ വെക്കണതില്ലെന്നാണോ ചേട്ടാ? ഉണ്ട്. 1 002 ആണോ? അല്ല ആണെന്നാണോ? 1 002 ഉണ്ടോ? അറിയില്ലേ? ഇല്ലെന്ന് പറയണോ ചേട്ടൻ? അതെ. അപ്പൊ ഉണ്ടാവല്ലോ. അതെയോ? എന്തായാലും വിജയിച്ചവരൊക്കെ എവിടെയോ വീട്ടിലോ എവിടെയൊക്കെ കറങ്ങിയിട്ട് നടക്കുന്നുണ്ട്. അവരൊക്കെ വരുന്നതിന് ഇവിടെ കൊള്ളാൻ പോലെ അല്ലേ മേടിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നതേ ആളുടെ നമ്പർ ഒന്ന് വായിക്കട്ടെ. ഡിയോ ആണ് അല്ലേ? ഡിയോ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സുനന്ദ നന്ദനൻ പുത്തൻപുരയ്ക്കൽ. ഫോൺ നമ്പറും ഉണ്ട് ഇതിനകത്ത്. സുനന്ദ നന്ദനൻ പുത്തൻപുരയ്ക്കൽ. അവർക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഒന്ന് വിളിച്ചു നോക്കാൻ വേണമെങ്കിൽ ഫോൺ നമ്പർ. ഫസ്റ്റ് പ്രൈസോ? ഫസ്റ്റ് പ്രൈസ് താഴെ പറയട്ടെ. അഖില അഖിൽ അല്ലേ? ഓക്കെ. കമ്മിറ്റി കടിച്ചു. കമ്മിറ്റിക്കാരാ? കമ്മിറ്റിക്കാരാ? അയ്യോ ഫസ്റ്റ് പ്രൈസ് കമ്മിറ്റിക്ക് അടിച്ചു. അടിപൊളി. ടിക്കറ്റ് അടിച്ചോ? അപ്പൊ ഇത് എവിടെ ഇരിക്കുന്നു? ഡൗട്ടോ? നമ്പർ തന്നല്ലോ. 1 വീട്ടിലായിരുന്നോ? ശരി. കുപ്പൺ എടുക്കാൻ വീട്ടിൽ വെച്ചിട്ട് വന്നോ? അവിടെ കേമി. അപ്പൊ
ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളുകൾ നിൽക്കുന്നു ആക്കില്ല. സന്തോഷം, ഒരാളെങ്കിലും കിട്ടിയല്ലോ. നല്ല കഴിയില്ലേ? താക്കോലെടുത്ത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കൊടുക്കാം. അപ്പൊ ഞാൻ എല്ലാവരും വലിയ താക്കോൽ കൊടുക്കട്ടെ, വിളിച്ചു പറഞ്ഞോളൂ. ഒന്നാം സമ്മാനമായ റോയൽ എൻഫീൽഡിന്റെ താക്കോൽ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തോണ്ട് വരട്ടെ. വാഷിംഗ് മെഷീൻ രഞ്ജിത്ത്. വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഫോൺ നമ്പർ ഉണ്ട്. രഞ്ജിത്തിനാണ് 5ാം സമ്മാനം അടിച്ചിരിക്കുന്നത് കേട്ടോ. ഫോൺ നമ്പർ ഉണ്ട് 8848874533. ശ്രീനാരായണ ക്ഷേത്രത്തില് രഞ്ജിത്ത് കേട്ടോ. 5th സമ്മാനം ഫ്രിഡ്ജ്. സ്ഥലം എവിടെയാണ്? ഇത് ഡിയോ സ്കൂട്ടർ അടിച്ചിട്ടുണ്ട്. ഇതിന്റെ താക്കോൽദാനം സ്റ്റേജിൽ വെച്ച് തന്നെ നടത്തപ്പെടുന്നതാണ്. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അഖില അഖിൽ. ഹലോ, ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏഴാമത്തെ പ്രൈസ് മൊബൈൽ ഫോൺ. എത്രാമത്തെ പ്രൈസ് വരുന്നത്? 7ാമത്തെ പ്രൈസിന് ആളെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൊബൈൽ ഫോൺ. കണ്ണൻ കൊടവക്കാട് കണ്ണൻ കേട്ടോ. നമ്പർ ഉണ്ട് 9656107749. കണ്ണൻ കേട്ടോ. ആ, ടിക്കറ്റ് എടുക്കാതെ പോകുന്നല്ലേ വീട്ടിൽ നിന്ന്. ഭാഗ്യവാനേ വാ. അടിച്ചല്ലോ മോനെ ദിനേശ. രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് ഓണ സമ്മാനം. രണ്ടുപേർക്ക് ഹാപ്പിയാണ്. പൊളിച്ചു. അതെ അതെ അതെ. രണ്ടുപേരും കൂടി കറങ്ങാൻ. ദന്തപാലനോ നോക്ക്. ഗോപാലൻ കടമക്കുടി അമ്പലക്കടവിൽ. ഗോപാലൻ കടമക്കുടി അമ്പലക്കടവിൽ കേട്ടോ. ചേട്ടാ അപ്പൊ അതെ ചേട്ടൻ പക്ഷെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ രണ്ടുപേരും പാട്ട് പാടിയിട്ട് പോകണം. ഓണമാണല്ലേ ഷൂന്റെ പാട്ടുകൾ. നാളെ അല്ല, ഇന്നിപ്പോ ഉത്രാടപ്പാച്ചിലല്ലേ. ചേട്ടൻ ചെറുതായിട്ട് ഉത്രാടപ്പാച്ചിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചെറുതായിട്ട് ചെറുങ്ങനെ. ഓക്കെ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. കൽവിളക്കുകൾ പാതി നീങ്ങി നിൽക്കവേ എന്തു പരിഭവം മെല്ലയോടി വന്നു. തൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണ്. എന്റെ പോലെ തൊണ്ട ഭയങ്കര പ്രശ്നം. ചേട്ടനോട് ഞാൻ അത്ര പാടിയത്. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത്ര തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന് ശ്രീനാരായണ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി ബീന ആന്റണി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. അടുത്ത നറുക്കെടുപ്പ് നടത്തുന്നതിനായി ക്ഷേത്രം മേൽശാന്തി അടുത്ത നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. ഇവിടെ ഇത്രയും തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന് നറുക്കെടുപ്പ് നടത്തിയ പ്രശസ്ത ചലച്ചിത്ര താരം ബീന ആന്റണി, ശ്രീമതി ബീന ആന്റണി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നറുക്കെടുക്കുന്നതിന് സ്റ്റേജിലേക്ക് എത്തിച്ചേർന്ന ക്ഷേത്രം മേൽശാന്തിയെ കൂടി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത പ്രോത്സാഹന സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. നറുക്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളോ അമ്മമാരോ ആരോ വന്ന് നറുക്കെടുക്കാവുന്നതാണ്. ഓരോ കുടത്തിൽ നിന്നും ഓരോ ടോക്കണുകൾ എടുത്ത് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്താവുന്നതാണ്.
നറുക്കെടുപ്പ് ഇവിടെ